ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള വേരിയസ് കമ്മിറ്റികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഉദയ് കൊടക് കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഉദയ് കൊടക് കമ്മിറ്റി എന്ന് നോക്കാം. ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ ജൂൺ 2017. 2017 ജൂൺ മാസത്തിൽ സെബി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഉദയ് കൊടക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഗിവൻ 4 months ടു സബ്മിറ്റ് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ്. അതിൻ്റെ റെക്കമെൻഡേഷൻ സബ്മിറ്റ് ചെയ്യാൻ 4 മാസം അതിന് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. 21st മെമ്പർ കൺട്രീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഹെഡഡ് ബൈ ബാങ്കർ ഉദയ് കൊടക് ഹാസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ടു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതായത് 21 മെമ്പർ കമ്മിറ്റികളും അതുപോലെ തന്നെ ഉദയ് കൊടക് ബാങ്കർ എന്നുള്ള ഒരു ബാങ്കറും കൂടി ചേർന്നിട്ട് കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇറ്റ്സ് പ്രൈമറി ഒബ്ജക്റ്റീവ് വാസ് ഇംപ്രൂവിംഗ് സ്റ്റാൻഡേർഡ്സ് കൺസേണിംഗ് കോർപ്പറേറ്റ് ഗവേണൻസ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനികളുടെ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. അതായത് 2017 ജൂൺ മാസത്തിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഉദയ് കൊടക് കമ്മിറ്റി എന്ന് പറയുന്നത്. അത് 4 മാസത്തെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് 4 മാസം കൊണ്ടാണ് അത് അതിൻ്റെ റെക്കമെൻഡേഷൻസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. 21 മെമ്പർ കമ്മിറ്റികളും കോർപ്പറേറ്റ് ഗവേണൻസ് ഹെഡ് ചെയ്തിട്ടുള്ള ഉദയ് കൊടക് എന്നുള്ള ബാങ്കറും കൂടി ചേർന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് 4 മാസം കൊണ്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ലിസ്റ്റഡ് കമ്പനികളുടെ കോർപ്പറേറ്റ് ഗവേണൻസിന് ഇംപ്രൂവിംഗ് സ്റ്റാൻഡേർഡുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സെപ്പറേഷൻ ഓഫ് ദ റോൾസ്, സെക്കൻഡ് വൺ മിനിമം ബോർഡ് സ്ട്രെങ്ത്, തേർഡ് വൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, ഫോർത്ത് വൺ ഷെയർ ഹോൾഡർ മീറ്റിംഗ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫിഫ്ത്ത് വൺ ക്രെഡിറ്റ് റേറ്റിംഗ്സ്, സിക്സ്ത് വൺ മിനിമം റെമ്യൂണറേഷൻ, സെവൻത്ത് വൺ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് IT കമ്മിറ്റി. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സെപ്പറേഷൻ ഓഫ് റോൾസ്. സെപ്പറേഷൻ ഓഫ് റോൾസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. റോൾസ് ഓഫ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അറ്റ് ലിസ്റ്റഡ് ഫേംസ് ഷുഡ് ബി സെപ്പറേറ്റഡ് ആൻഡ് ചെയർമാൻ ഷുഡ് ബി ലിമിറ്റഡ് ടു ഓൺലി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. Listed firms with more than 40% public shareholding should have separate roles of chairman, chairperson, managing director, CEO with effect from April 1st, 2020. After 2020, SEBI may examine extending requirement to all listed companies with effect from 2022. അതായത് സെപ്പറേഷൻ ഓഫ് റോൾസ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റഡ് കമ്പനികളിലെ മാനേജിംഗ് ഡയറക്ടറുടെ റോളും ചെയർമാൻ്റെ റോളും സെപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആൻഡ് ചെയർമാൻ ഷുഡ് ബി ലിമിറ്റഡ് ടു ഓൺലി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ഒരു സ്ഥാപനത്തിലെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് ചെയർമാൻഷിപ്പ് ലിമിറ്റ് ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു റെക്കമെൻഡേഷനായിട്ട് പറഞ്ഞത്. സോ ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും റോൾ എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യുകയും ചെയർമാൻഷിപ്പ് എന്നുള്ളത് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനായിട്ട് ലിമിറ്റ് ചെയ്യുകയും ചെയ്യണം. ലിസ്റ്റഡ് ഫേംസ് വിത്ത് മോർ ദാൻ 40% ഓഫ് പബ്ലിക് ഷെയർ ഹോൾഡിംഗ്, 40% കൂടുതൽ പബ്ലിക് ഷെയർ ഹോൾഡിംഗ്സ് ഉള്ള ലിസ്റ്റഡ് ഫേംസിന് ഷുഡ് ഹാവ് സെപ്പറേറ്റ് റോൾസ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, CEO. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള റോൾ ഓഫ് ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറും CEOയും ഉണ്ടായിരിക്കണം. വിത്ത് എഫക്ട് ഫ്രം April 1, 2020. 2020 ഏപ്രിൽ 1 മുതൽക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും അതുപോലെ തന്നെ ചെയർപേഴ്സണും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. സെബി മേ എക്സാമിൻ എക്സ്റ്റെൻഡിങ് റിക്വയർമെൻറ്റ് ടു ആൾ ലിസ്റ്റഡ് കമ്പനീസ് വിത്ത് എഫക്ട് ഫ്രം 2022. 2022 മുതൽ ഈ ലിസ്റ്റഡ് കമ്പനികളുടെ എല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സെബി എക്സാമിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് റെക്കമെൻഡേഷനായിട്ട് പറയുന്നത്. സെപ്പറേഷൻ ഓഫ് റോൾസ് എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ലിസ്റ്റഡ് ഫേംസ് ഷുഡ് ബി സെപ്പറേറ്റഡ്. ലിസ്റ്റഡ് ഫേമിൽ ഡയറക്ടറുടെയും മാനേജിംഗ് ഡയറക്ടറുടെയും ചെയർമാൻ്റെയും റോൾ എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യുകയും ചെയർമാൻഷിപ്പ് എന്നുള്ളത് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനായിട്ട് ലിമിറ്റ് ചെയ്യുകയും ചെയ്യണം. ലിസ്റ്റഡ് ഫേംസിൽ മോർ ദാൻ 40% ഓഫ് പബ്ലിക് ഷെയർ ഹോൾഡിംഗ്സ് ഉള്ള ലിസ്റ്റഡ് ഫേംസിൽ സെപ്പറേറ്റ് റോൾസ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് CEO. ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടർക്ക് ഓർ CEOയ്ക്ക് സെപ്പറേറ്റ് റോൾസുകൾ ഉണ്ടായിരിക്കണം. വിത്ത് എഫക്ട് ഫ്രം 1st April 2020. 2020 ഏപ്രിൽ 1 മുതൽ സെപ്പറേറ്റ് ആയിട്ട് ചെയർപേഴ്സൺ അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ആഫ്റ്റർ 2020, 2020 ശേഷം സെബി മേ എക്സാമിൻ എക്സ്റ്റെൻഡിങ് റിക്വയർമെൻറ്റ് ടു ആൾ ലിസ്റ്റഡ് കമ്പനീസ് വിത്ത് എഫക്ട് ഫ്രം 2022. 2022 മുതൽ ഈ ലിസ്റ്റഡ് കമ്പനികളുടെ എല്ലാം പ്രവർത്തനങ്ങളെ സെബി എക്സാമിൻ ചെയ്യുകയും ചെയ്യും. രണ്ടാമത് പറയുന്നത് മിനിമം ബോർഡ് സ്ട്രെങ്ത്. മിനിമം ബോർഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു 6 members
and at least one woman should be appointed as independent director. മിനിമം ബോർഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് 6 മെമ്പർമാരായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തി വിമൻ ആയിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യണം. അറ്റ്ലീസ്റ്റ് 5 ബോർഡ് മീറ്റിംഗ് ഫോർ ലിസ്റ്റഡ് ഫേംസ് ഷുഡ് ബി ഹെൽഡ് ഇൻ ഇയർ. അതായത് ഒരു വർഷത്തിൽ ലിസ്റ്റഡ് ഫേമുകൾക്ക് ചുരുങ്ങിയത് 5 ബോർഡ് മീറ്റിങ്ങെങ്കിലും ഹെൽഡ് ചെയ്യണം. ഫ്രം കറൻറ്റ് പ്രാക്ടീസ് ഓഫ് 4 മീറ്റിംഗ്സ്. നിലവിലുള്ളത് 4 ആയിരുന്നു, അത് മാറ്റിയിട്ട് 5 ആക്കിയിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫേംസ് ബോർഡ് ഷുഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ഡിസ്കഷൻ സക്സഷൻ പ്ലാനിംഗ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. വർഷത്തിൽ ഒരു തവണയെങ്കിലും ഫേമിൻ്റെ ബോർഡ് സക്സഷൻ പ്ലാനിങ്ങും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റും ഡിസ്കഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് മിനിമം ബോർഡ് സ്ട്രെങ്ത്തിലായിട്ട് പറയുന്നത്. മിനിമം ബോർഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 6 മെമ്പർമാരായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം. ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നുള്ളത് വിമൻ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 വിമൻ ഷുഡ് ബി അപ്പോയിൻറ്റഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ചുരുങ്ങിയത് ഒരു വിമനെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ 4 മീറ്റിംഗ് എന്നുള്ളത് കറൻറ്റ് പ്രാക്ടീസിനെ മാറ്റിയിട്ട് 5 മീറ്റിംഗ് ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേംസ് ബോർഡ് ഷുഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ, വർഷത്തിൽ ഒരു തവണയെങ്കിലും സക്സഷൻ പ്ലാനിങ്ങും റിസ്ക് മാനേജ്മെൻറ്റും ഡിസ്കസ് ചെയ്യുകയും ചെയ്യണം. അതാണ് മിനിമം ബോർഡ് സ്ട്രെങ്ത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് മൂന്നാമത് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ബോർഡ് മെമ്പേഴ്സ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അറ്റ് ലിസ്റ്റഡ് കമ്പനീസ് വൈൽ ആൾ ഡയറക്ടേഴ്സ് മസ്റ്റ് അറ്റൻഡ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ബോർഡ് മീറ്റിംഗ്സ്. Public shareholders note must be mandatory for non-executive directors over 75 years of age. അതായത് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ബോർഡ് മെമ്പേഴ്സിൻ്റെ പകുതിയെങ്കിലും പേര് എന്തായിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം അറ്റ് ലിസ്റ്റഡ് കമ്പനീസ്. ലിസ്റ്റഡ് കമ്പനിയിൽ ടോട്ടൽ ബോർഡ് ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സിൽ പകുതി പേരെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. വൈൽ ആൾ ഡയറക്ടേഴ്സ് മസ്റ്റ് അറ്റൻഡ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ബോർഡ് മീറ്റിംഗ്സ്. അതുപോലെ തന്നെ എല്ലാ ഡയറക്ടേഴ്സും ചുരുങ്ങിയത് ബോർഡ് മീറ്റിംഗ്സിൻ്റെ ഹാഫ് എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൾ ഡയറക്ടേഴ്സ് മസ്റ്റ് അറ്റൻഡ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ബോർഡ് മീറ്റിംഗ്സ്. പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് നോട്ട് മസ്റ്റ് ബി മാൻഡേറ്ററി ഫോർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഓവർ 75 ഇയേഴ്സ് ഓഫ് ഏജ്. 75 വയസ്സിന് മുകളിലുള്ള നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് നിർബന്ധമായിട്ടും പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് നോഡ് എന്നുള്ള പദവി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർക്കായിരിക്കും പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നോഡായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശം. പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നോഡായിട്ട് അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ നോഡായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ആയിട്ടോ പ്രവർത്തിക്കാനുള്ള അധികാരം ഇത്തരത്തിലുള്ള 75 ഇയേഴ്സ് ഓഫ് ഏജിന് മുകളിലുള്ള നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് ആയിരിക്കും. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന റെക്കമെൻഡേഷൻസ് പറയുന്നത്. അപ്പോൾ ഹാഫ് ഓഫ് ദ ബോർഡ് മെമ്പേഴ്സ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ബോർഡ് മെമ്പേഴ്സിൽ പകുതിയോളം പേര് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനും ആയിരിക്കണം ലിസ്റ്റഡ് കമ്പനിയിൽ. ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് ഹാഫ് പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, ആ ഡയറക്ടേഴ്സ് എല്ലാ ഡയറക്ടേഴ്സും മൊത്തം മീറ്റിങ്ങിൽ പകുതിയോളം മീറ്റിങ്ങിലെങ്കിലും എന്തുണ്ടായിരിക്കണം, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ 75 ഇയേഴ്സ് ഓഫ് ഏജിന് മുകളിലുള്ളവർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായിട്ട് പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നോണിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ഷെയർ ഹോൾഡർ മീറ്റിംഗ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. എന്താണ് ഷെയർ ഹോൾഡർ മീറ്റിംഗ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ടോപ്പ് 100 ഫേംസ് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഷുഡ് വെബ്കാസ്റ്റ് ഷെയർ ഹോൾഡർ മീറ്റിംഗ് ആൻഡ് ആൾ ലിസ്റ്റഡ് ഫേംസ് ഷുഡ് ഹാവ് cash flow statement every 6 months. It should be mandatory disclosure of quarterly consolidated earnings by listed firms. അതായത് ടോപ്പ് 100 ഫേംസ് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഉള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്ന 100 ഫേംസുകൾ എന്ത് ചെയ്യണം, ഷുഡ് വെബ്കാസ്റ്റ് ഷെയർ ഹോൾഡർ മീറ്റിങ്ങുകൾ വെബ്കാസ്റ്റ് ചെയ്യുകയും ആൻഡ് ആൾ ലിസ്റ്റഡ് ഫേംസ് ഷുഡ് ഹാവ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എവറി 6 months. എല്ലാ ലിസ്റ്റഡ് ഫേമുകൾക്കും 6 മാസത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ 6 months കൂടുമ്പോഴും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും വേണം. ഇറ്റ് ഷുഡ് ബി മാൻഡേറ്ററി ഡിസ്ക്ലോഷർ ഓഫ് ക്വാർട്ടർലി കൺസോളിഡേറ്റഡ് ഏർണിംഗ്സ് ബൈ ലിസ്റ്റഡ് ഫേംസ്. ലിസ്റ്റഡ് ഫേമുകളുടെ കൺസോളിഡേറ്റഡ് ഏർണിംഗ്സ് ക്വാർട്ടർലി ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതും ഒരു കണ്ടീഷനായിട്ട് പറയുന്നുണ്ട്. അതായത് ടോപ്പ് 100 ഫേംസ് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 100 ഫേംസുകൾ അവരുടെ ഷെയർ ഹോൾഡർ മീറ്റിംഗ്സുകൾ വെബ്കാസ്റ്റ് ചെയ്യുകയും എല്ലാ ലിസ്റ്റഡ് ഫേംസുകളും എവറി 6 months കൂടുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഫോളോ ചെയ്യുകയും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ 6 month ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഡിസ്ക്ലോസ് ചെയ്യുകയും ഇറ്റ് ഷുഡ് ബി മാൻഡേറ്ററി ഡിസ്ക്ലോഷർ ഓഫ് ക്വാർട്ടർലി കൺസോളിഡേറ്റഡ് ഏർണിംഗ്സ് ബൈ ലിസ്റ്റഡ് ഫേംസുകളുടെ ക്വാർട്ടർലി കൺസോളിഡേറ്റഡ് ഏർണിംഗ്സ് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളത്
നിർബന്ധമാക്കിയിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് അടുത്ത ഒരു റെക്കമെൻഡേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ്സ്. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്സ് എന്ന് നോക്കാം. അപ്ഡേറ്റഡ് ലിസ്റ്റ് ഓഫ് ആൾ ക്രെഡിറ്റ് റേറ്റിംഗ്സ് ഒബ്റ്റൈൻഡ് ബൈ ദ ലിസ്റ്റഡ് എൻറ്റിറ്റി മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് വൺ പ്ലേസ് വിച്ച് വുഡ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ ക്രെഡിറ്റ് റേറ്റിംഗ്സുകളുടെയും അപ്ഡേറ്റഡ് ലിസ്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ദ ലിസ്റ്റഡ് എൻറ്റിറ്റി ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള എല്ലാ ക്രെഡിറ്റ് റേറ്റിംഗുകളുടെയും അപ്ഡേറ്റഡ് ലിസ്റ്റ് എന്നുള്ളത് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് വൺ പ്ലേസ്, ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അവൈലബിൾ ആക്കി മാറ്റുകയും വിച്ച് വുഡ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അത് ഹെൽപ്ഫുള്ളായി മാറുകയും ചെയ്യണം. അപ്ഡേറ്റഡ് ലിസ്റ്റ് ഓഫ് ആൾ ക്രെഡിറ്റ് റേറ്റിംഗ്സ്. എല്ലാ ക്രെഡിറ്റ് റേറ്റിംഗ്സുകളുടെയും അപ്ഡേറ്റഡ് ലിസ്റ്റ് എന്നുള്ളത് ഒബ്റ്റൈൻഡ് ബൈ ദ ലിസ്റ്റഡ് എൻറ്റിറ്റി ഒബ്റ്റൈൻ ചെയ്യുകയും made available at one place which would be very helpful for investors and other stakeholders. അത് ഇൻവെസ്റ്റേഴ്സിനും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഹെൽപ്ഫുൾ ആയിട്ട് മാറുകയും വേണം. സോ അപ്ഡേറ്റഡ് ലിസ്റ്റ് ഓഫ് ആൾ ക്രെഡിറ്റ് റേറ്റിംഗ്സ്. എല്ലാ ക്രെഡിറ്റ് റേറ്റിംഗ്സുകളുടെയും അപ്ഡേറ്റഡ് ലിസ്റ്റ് എന്നുള്ളത് ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റി ഒബ്റ്റെയിൻ ചെയ്യുകയും ആൻഡ് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് വൺ പ്ലേസ് വിച്ച് വുഡ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അത് ഹെൽപ്ഫുൾ ആയിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ്സ് ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് മിനിമം റെമ്യൂണറേഷനാണ് അടുത്ത് പറയുന്നത്. മിനിമം റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് മസ്റ്റ് ഗെറ്റ് മിനിമം റെമ്യൂണറേഷൻ ഓഫ് ₹5 lakh per annum ആൻഡ് സിറ്റിംഗ് ഫീ ഓഫ് ₹20,000 to ₹50,000 ഫോർ ഈച്ച് ബോർഡ് മീറ്റിംഗ്. It should be mandatory for the firms to seek public shareholders' approval for annual remuneration of executive directors from promoter family if amount is above ₹5 crore or 2.5% of firm's net profit. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് നിർബന്ധമായിട്ടും മിനിമം റെമ്യൂണറേഷനായിട്ട് ₹5 ലക്ഷം പെർ ആനം 5 lakh പെർ ആനം ലഭിച്ചിട്ടുണ്ടായിരിക്കണം ആൻഡ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതൊരു റെക്കമെൻഡേഷനായിട്ട്. ആൻഡ് സിറ്റിംഗ് ഫീ ഓഫ് ₹20,000 to ₹50,000 ഫോർ ഈച്ച് ബോർഡ് മീറ്റിംഗ്. ഓരോ ബോർഡ് മീറ്റിങ്ങിനും സിറ്റിംഗ് ഫീ ആയിട്ട് 20,000 മുതൽ 50,000 വരെ റെമ്യൂണറേഷനായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ട്. സോ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് മസ്റ്റ് ഗെറ്റ് മിനിമം റെമ്യൂണറേഷൻ ഓഫ് ₹5 lakh പെർ ആനം. ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് മിനിമം റെമ്യൂണറേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും സിറ്റിംഗ് ഫീ ആയിട്ട് 20,000 to 50,000 ഫോർ ഈച്ച് ബോർഡ് മീറ്റ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. ഇറ്റ് ഷുഡ് ബി മാൻഡേറ്ററി ഫോർ ദ ഫേംസ് to seek public shareholders' approval for annual remuneration of executive directors from promoter family if amount is above ₹5 crore or 2.5% of the firm's net profit. എമൗണ്ട് 5 കോടിയിൽ കൂടുതലോ നെറ്റ് പ്രോഫിറ്റിൻ്റെ ടോട്ടൽ ഫേംസിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 2.5% പെർസെൻറ്റേജ് ആണെങ്കിലോ എന്ത് ചെയ്യാണ്, പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ മുഖാന്തരമോ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഫാമിലിയിലുള്ള വ്യക്തിയെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി മാൻഡേറ്ററി ഫോർ ദ ഫേംസ് എന്ന് നിർബന്ധമാണ്. എന്ത് ടു സീക്ക് പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ. പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ നിർബന്ധമാണ്. എങ്ങനത്തെ കേസിൽ? ഫോർ ആനുവൽ റെമ്യൂണറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ ആനുവൽ റെമ്യൂണറേഷൻ തീരുമാനിക്കപ്പെടുന്നതിൽ ഫ്രം പ്രൊമോട്ടർ ഫാമിലിയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ ആനുവൽ റെമ്യൂണറേഷൻ തീരുമാനിക്കപ്പെടുന്നതിൽ പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ നേടിയെടുക്കുക എന്നുള്ളത് ഫേംസിനെ സംബന്ധിച്ച് മാൻഡേറ്ററിയാണ്. എങ്ങനെയാണെങ്കിൽ ഇഫ് എമൗണ്ട് ഈസ് എബവ് ₹5 crore, എമൗണ്ട് 5 കോടിയിൽ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ ടോട്ടൽ ഫേംസിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 2.5% കൂടുതലാണെങ്കിലോ നിർബന്ധമായിട്ടും പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ നേടിയെടുക്കുക എന്നുള്ളത് ഫേമിനെ സംബന്ധിച്ചുള്ള മാൻഡേറ്ററിയാണ്. സോ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് മസ്റ്റ് ഗെറ്റ് മിനിമം റെമ്യൂണറേഷൻ ഓഫ് ₹5 lakh പെർ ആനം. 5 ലക്ഷം അല്ല അതിൽ കൂടുതലുമാണ് എന്ത് കിട്ടുന്നത്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് കിട്ടുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത്. മിനിമം റെമ്യൂണറേഷൻ സിറ്റിംഗ് ഫീ എന്നുള്ളത് 20,000 മുതൽ 50,000 വരെ ആയിരിക്കണം എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ എന്നുള്ളത് ഇൻ കേസ് ഓഫ് ₹5 crore ആൻഡ് 2.5% ഓഫ് ഫേംസ് നെറ്റ് പ്രോഫിറ്റ്. ഇനി ലാസ്റ്റ് റെക്കമെൻഡേഷനായിട്ട് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് IT കമ്മിറ്റിയാണ് പറയുന്നത്.
Top 500 listed companies should have risk management committee of boards for cyber security. സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ 500 ലിസ്റ്റഡ് കമ്പനികളിൽ മുകളിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന 500 ലിസ്റ്റഡ് കമ്പനികളിൽ നിർബന്ധമായിട്ടും റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഇൻ അഡീഷൻ ലിസ്റ്റഡ് എൻറ്റിറ്റീസ് മസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി. അതിന് പുറമെ ലിസ്റ്റഡ് എൻറ്റിറ്റികൾ നിർബന്ധമായിട്ടും ഒരു ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ദാറ്റ് വിൽ ഫോക്കസ് ഓൺ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്. ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്റ്റുകളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യണം എന്നതാണ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് IT കമ്മിറ്റി എന്ന റെക്കമെൻഡേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ലിസ്റ്റഡ് കമ്പനികളിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന 500 കമ്പനികൾക്ക് നിർബന്ധമായിട്ടും ഒരു റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഇൻ അഡീഷൻ ലിസ്റ്റഡ് എൻറ്റിറ്റീസ് മസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി. അത് പുറമെ തന്നെ ലിസ്റ്റഡ് എൻറ്റിറ്റികൾ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ദാറ്റ് വിൽ ഫോക്കസ് ഓൺ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്. ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്റ്റുകളിൽ ഫോക്കസ് ചെയ്യുന്നതും ആയിരിക്കണം. ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് IT കമ്മിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 7 തരത്തിലുള്ള റെക്കമെൻഡേഷൻ. അപ്പോൾ ഉദയ് കൊടക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, സെപ്പറേഷൻ ഓഫ് ദ റോൾസിനെ സെപ്പറേറ്റ് ചെയ്യുക. ചെയർമാൻ്റെയും മാനേജിങ് ഡയറക്ടറുടെയും റോളിനെ സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലിസ്റ്റഡ് ഫേംസുകൾക്ക് ചെയർമാൻഷിപ്പ് എന്നുള്ളത് ലിമിറ്റഡ് ടു ഓൺലി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പബ്ലിക് ഷെയർ ഹോൾഡിങ്സിൻ്റെ ഉള്ള ഫേം 40% പബ്ലിക് ഷെയർ ഹോൾഡിങ്സ് ഉള്ള ഫേമുകളിലെ ചെയർപേഴ്സന് പുറമെ MD ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറേയും കൂടിയും അപ്പോയിൻറ്റ് ചെയ്യുക. മിനിമം ബോർഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 6 മെമ്പേഴ്സായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അറ്റ്ലീസ്റ്റ് 1 വിമൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വിമൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, അതായത് സ്ത്രീ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 5 ബോർഡ് മീറ്റിങ്ങുകൾ ആണ് ഒരു വർഷത്തിൽ കൂടേണ്ടത്. 4 എന്നുള്ളത് ഇൻക്രീസ് ചെയ്തിട്ട് 5 ആക്കി. പിന്നെ അതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഡിസ്കഷൻ ഇൻ സക്സഷൻ പ്ലാനിങ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റിലും സക്സഷൻ പ്ലാനിങ്ങിലും ഡിസ്കഷൻ നടപ്പിലാക്കണം. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ കമ്പനിയുടെ ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ ഹാഫ് ഓഫ് ദ ബോർഡ് മെമ്പേഴ്സ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ ഈ ഹാഫ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് മീറ്റിംഗ് ഹാഫ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്സിൻ്റെ പകുതിയോളം എങ്കിലും ഇവരെ എല്ലാ ഡയറക്ടേഴ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ മീറ്റിംഗ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് 100 ഫേംസുകളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള 100 ഫേമുകൾ നിർബന്ധമായിട്ടും വെബ്കാസ്റ്റിലൂടെ ഷെയർ ഹോൾഡർ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുകയും 6 മന്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുകയും അതുപോലെ തന്നെ ക്വാർട്ടർലി കൺസോളിഡേറ്റഡ് ഏർണിംഗ്സ് ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്യണം. ക്രെഡിറ്റ് റേറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് ലിസ്റ്റ് ഓഫ് ആൾ ക്രെഡിറ്റ് റേറ്റിംഗ്സ് ഒബ്ടൈൻഡ് ബൈ ദ ലിസ്റ്റഡ് എൻറ്റിറ്റി മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് വൺ പ്ലേസ്. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അത് മെയ്ഡ് ചെയ്യുകയും ഇൻവെസ്റ്റേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലോ ക്രെഡിറ്റ് റേറ്റിംഗ്സിനെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. മിനിമം റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ മിനിമം റെമ്യൂണറേഷൻ പറഞ്ഞാൽ 5 lakh പെർ ആനം. സിറ്റിംഗ് ഫീ എന്ന് പറയുന്നത് 20,000 to 50,000 ആണ് ഓരോ ബോർഡ് മീറ്റിങ്ങിലും. അതുപോലെ തന്നെ പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ നേടിയിരിക്കണം. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ എമൗണ്ട് ഈസ് എബവ് 5 crore or 2.5% ഓഫ് ദ ഫേംസ് നെറ്റ് പ്രോഫിറ്റ്. ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% കൂടുതലാണെങ്കിലോ 5 കോടിയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ ഈസ് നെസസറി. നെക്സ്റ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് IT കമ്മിറ്റി. ടോപ്പ് 500 ലിസ്റ്റഡ് കമ്പനീസ്, 500 കൂടുതൽ അതായത് ലിസ്റ്റഡ് കമ്പനികളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന 500 കമ്പനികൾ നിർബന്ധമായിട്ടും അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഓഫ് ബോർഡ് ഡെവലപ്പ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി ദാറ്റ് വിൽ ഫോക്കസ് ഓൺ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്റ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി കമ്മിറ്റിയും അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് IT കമ്മിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഉദയ് കൊടക് കമ്മിറ്റി റിപ്പോർട്ട് 2017 കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതും കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഉദയ് കൊടക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വീഡിയോ, ഈ ഉദയ് കൊടക് കമ്മിറ്റി എന്നുള്ള ഒറ്റ ക്ലാസ് മാത്രമാണ്, ഒറ്റ വീഡിയോ മാത്രമാണ് ഇന്നത്തെ ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ട് ത്രൂ ഔട്ട് എല്ലാവരും കാണുക. ഉദയ് കൊടക് കമ്മിറ്റി എന്താണെന്നും ഉദയ് കൊടക് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്താണെന്നും എല്ലാവരും വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.